ആദ്യം വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതി മോൻസൻ മാവുങ്കലിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് തന്നെയാണ്. 3 ജീവപര്യന്തമാണ് പ്രധാനമായും വിധിച്ചത്. അതിൽ 2 ജീവപര്യന്തം ജീവിതാവസാനം വരെ അനുഭവിക്കണം. കുറ്റപത്രത്തിൽ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതായും കോടതിയുടെ നിരീക്ഷണമുണ്ട്. രണ്ടാമതായി സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നത് ഇപ്പോൾ കേരളം നേരിടുന്ന സമൂഹ വിപത്തിന്റെ വാർത്ത തന്നെയാണ്. തിരുവനന്തപുരത്ത് തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടെ നായയുടെ നഖം കൊണ്ട് മുറിവേറ്റ സ്ത്രീ പേവിഷബാധയേറ്റ് മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം സ്വദേശിനി സ്റ്റെഫിന വി പെരേരയാണ് മരിച്ചത്. ഈ 2 വാർത്തകളിലേക്കും നമുക്ക് വിശദമായി കടക്കേണ്ടതുണ്ട്. ആദ്യം മോൻസൻ മാവുങ്കലിന്റെ വാർത്തയുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, പ്രധാനമായും പോസ്കോ കേസിൽ ജീവപര്യന്തം തന്നെയാണ് വിധിച്ചിരിക്കുന്നത് കോടതി മോൻസൻ മാവുങ്കലിന്. എന്തൊക്കെയായിരുന്നു പ്രധാനമായും കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വന്നത്. മോൻസൻ മാവുങ്കൽ കേസിൽ ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ്. പോക്സോ കേസിൽ മോൻസൻ മാവുങ്കലിന് കോടതി ജീവപര്യന്തമാണ് വിധിച്ചത്. മോൻസൻ പിന്തിരിയാണോ? മോൻസൻ ഈ കേസ് ക്രൈംബ്രാഞ്ച് കേസിൽ നിങ്ങളൊരു സഹായം ചെയ്യണം. നിങ്ങൾ 2018 ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത്. ആ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അത് അതിന്റെ അകത്ത് എല്ലാ തെളിവുകളും 25 ലക്ഷം ഒരിക്കലുമില്ല. സുധാകരൻ ഞാൻ ഈ കേസിൽ അതല്ല, അത് 2018 തൊട്ടുള്ള CCTV താങ്കളുടെ ആരോപണത്തിൽ എന്താണ്? അത് ED-യുടെ അന്വേഷണം ഇരിക്കുന്നതുകൊണ്ട് ED-ക്ക് കുറച്ച് തെളിവുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നോട് പറയരുന്നു എന്ന് അവർ പറഞ്ഞു. ED-യുടെ പരിധിയിലായിരുന്നല്ലോ. അതെ, പക്ഷേ ED എന്നോട് അത് കഴിഞ്ഞ് പറഞ്ഞു തെളിവുകൾ എടുക്കേണ്ടതുണ്ട്, ഒരു കാര്യവും പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ നിങ്ങൾ അറിയും, വളരെ ഷോർട്ട്ലി നിങ്ങൾ അറിയും. അവരുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഈ കേസിന്, ഒരു ബന്ധം. അതെല്ലാം പിന്നീട് അറിയും. മോൻസൻ മാവുങ്കൽ കേസിൽ മോൻസൻ മാവുങ്കൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൻ മാവുങ്കലിന് പോക്സോ കേസിൽ 3 ജീവപര്യന്തമാണ് ഇന്ന് കോടതി വിധിച്ചത്. ഇതിൽ 2 ജീവപര്യന്തം ജീവിതാവസാനം വരെ അനുഭവിക്കണമെന്നായിരുന്നു കോടതിയുടെ വിധിയുണ്ടായത്. ഇതിനു പുറമെ 5.25 ലക്ഷം രൂപ പിഴയും ഇന്ന് വിചാരണ കോടതി വിധിച്ചിട്ടുണ്ട്. പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വലിയ രീതിയിൽ പ്രതികരിക്കാതെയാണ് മോൻസൻ കടന്നുപോയത്. കുറ്റപത്രത്തിൽ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതായും കോടതിയുടെ നിരീക്ഷണമുണ്ട്. എറണാകുളം ജില്ലാ പോക്സോ കോടതിയുടേതായിരുന്നു ഇന്ന് വന്ന സുപ്രധാനമായ വിധി. മോൻസനെതിരായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആദ്യത്തെ വിധിയാണിത്. ഡാനി പോൾ ചേരുന്നുണ്ട് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്നും. ഡാനി, കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന മോൻസന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നെന്തായാലും ജീവപര്യന്തം തന്നെയാണ് പ്രധാനമായും കോടതി മോൻസന് വിധിച്ചിരിക്കുന്നത്. പോക്സോ കേസിൽ എന്തൊക്കെയായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ പ്രധാനമായും? കേസിൽ മോൻസൻ കുറ്റക്കാരനാണ്. അതിൽ ലഭ്യമായ തെളിവുകളും അതോടൊപ്പം തന്നെയുള്ള മൊഴികളും അടക്കമെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് കോടതി ഇത് കേസ് ആദ്യം പരിഗണിക്കുമ്പോൾ തന്നെ എറണാകുളം പോക്സോ കോടതി കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പറഞ്ഞു കുറ്റക്കാരനെന്ന മോൻസനോട് കോടതി പറയുകയും വിധി അല്പസമയത്തിനകം തന്നെ പ്രസ്താവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിൽ വിധിയോട് ഈ കോടതി നിരീക്ഷണത്തോട് അല്ലെങ്കിൽ വിധിയോട് എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് അത് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലാതെ മോൻസൻ കൈകൂപ്പുകയായിരുന്നു. തുടർന്നാണ് ഉച്ചയോടുകൂടി ഈ കേസിൽ വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നത്. 3 ജീവപര്യന്തങ്ങൾ, അതിൽ പോക്സോ കേസിൽ ഒരു ജീവപര്യന്തവും ശിക്ഷയും അതോടൊപ്പം തന്നെ മറ്റ് 2 കേസുകളിലായിട്ട് മറ്റ് 2 IPC വകുപ്പുകളിലായിട്ട് ജീവിതാവസാനം വരെയും തടവുമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഒരു ശിക്ഷ കോടതി വിധിക്കുമ്പോൾ ഇയാൾക്ക് കോടതിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നതെല്ലാം ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല എന്ന
മോൺസൺ പറയുകയും അല്പസമയം മുമ്പ് മോൺസൺ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോടതി വിധിയെ മാനിക്കുന്നു, പക്ഷേ ഇതിൽ അപ്പീൽ പോകും എന്ന് മോൺസൺ പറയുകയുണ്ടായി. ഇതിൽ ഏറ്റവും മറ്റൊന്ന് 5,25,000 രൂപയാണ് മോൺസൺ ഇതിൽ പിഴയായി വിധിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ DLS-ന് അവിടെ ആണ് ഈ തുക കെട്ടിവെക്കേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷമായിരിക്കും ഇതിൽ ഇരയായ പെൺകുട്ടിക്ക് അടക്കം ഇത് നൽകണം എന്ന കാര്യത്തിലേക്ക് അടക്കം DLS ആണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത്. 2019 ഈ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ 2019 ഈ പീഡനം ഉണ്ടാകുമ്പോൾ പെൺകുട്ടി 17 വയസ്സായിരുന്നു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ മോൺസൺ അതിൻ്റെ പിന്നീടുള്ള കാലവും മോൺസൺ പീഡനം തുടർന്നു. ഇതിൽ ക്രൈംബ്രാഞ്ച് കേസ് കൊണ്ടുവന്നിരിക്കുന്നത് 2019 ഉണ്ടായിരിക്കുന്ന പീഡനം അത് പോക്സോ വകുപ്പ് പ്രകാരം പോക്സോ ആക്ടിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരും. തുടർന്ന് പിന്നീടുണ്ടായ പീഡനങ്ങളെല്ലാം തന്നെ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റുകയും എല്ലാം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം അത് ഇരട്ടിക്കുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 ജീവപര്യന്തങ്ങൾ എന്ന രീതിയിലേക്ക് ഇത് പോവുകയും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളിലെ ഏതാണ്ട് 24 വർഷത്തോളം ശിക്ഷ അത് വേറെയും എന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഒരു തക്കതായ ശിക്ഷ ഈ കേസിൽ മോൺസൺ മാവുങ്കലിന് ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഇതിൽ നേരത്തെ പോലെ തന്നെ തക്കതായ ഒരു ശിക്ഷ മോൺസന് ലഭിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു മോൺസനെതിരെയുള്ള എതിർഭാഗത്തിന്റെ പീഡന കേസിൽ മോൺസനെതിരെയുള്ള എതിർഭാഗത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രധാനമായും? ഇതിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയായിരുന്നു എതിർഭാഗങ്ങൾ കൂടുതലായും തന്നെ അതിനെ തടയിടാനായിട്ട് ശ്രമിച്ചത്. പ്രത്യേകിച്ച് നാളുകൾക്കു ശേഷമാണ് ഇങ്ങനെയൊരു പരാതി ഉയർന്നു വരുന്നത്. 2019 സംഭവിച്ച കാര്യം 2021 മാത്രമാണ് ഇതൊരു പരാതിയായി മാറുന്നത്. എന്തുകൊണ്ട് ഇത്ര കാലം ഇതൊരു പരാതിയായി മാറുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ അതിൻ്റെ ഒരു മെഡിക്കൽ ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിനെല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ കേസ് സംബന്ധിച്ച വാദം തുടരുന്നത്. അപ്പോഴെല്ലാം ഇത്തരം കാര്യങ്ങളായിരുന്നു പ്രധാനമായും തന്നെ പ്രതിഭാഗം ഉന്നയിച്ചത്. ഇത് ഒരു പീഡനമായി നടന്നതല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനായിട്ട് പ്രതിഭാഗമടക്കം ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആ വാദങ്ങളെല്ലാം തന്നെ നിരർത്ഥകമാക്കിക്കൊണ്ട് അതെല്ലാം തള്ളിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഇതിൽ ഒരു വിജയം കണ്ടിരിക്കുന്നത്. കാരണം ഈ 2019 ഈ സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു കാരണത്തിൽ അവർ പ്രധാനമായും തന്നെ അവർ ഉന്നയിക്കുന്നത് 2021 മോൺസൺ അറസ്റ്റായതിനു ശേഷം മാത്രമാണ് തങ്ങൾക്കിത് പുറത്തു പറയാനുള്ളൊരു ധൈര്യമുണ്ടായിരുന്നത്. ഈ കേസിൽ വളരെ ശക്തനായിരുന്നു മോൺസൺ മാവുങ്കലിൻ്റെ ബന്ധങ്ങൾ ശക്തമുള്ളതായിരുന്നു. നിരവധി ആളുകളുമായി പ്രമുഖ വ്യക്തികളടക്കം ബന്ധമുള്ളവരായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ബന്ധമുണ്ടായിരുന്നു. നിരവധി ഒരു ഗുണ്ട ലെവലിലെ മോൺസന് നിരവധി ആളുകളുമായിട്ടുള്ളൊരു പരിചയങ്ങൾ അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിലായിരുന്നു മോൺസൺ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇത് പുറത്തു പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് തങ്ങൾ ഭയപ്പാടുമെല്ലാം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ കേസിൽ ഇത്ര പരാതി അടക്കമുള്ള കാര്യങ്ങൾ നൽകാനായിട്ട് വൈകുകയും ചെയ്തതെന്ന് പറയുകയുണ്ടായത്. തുടർന്നാണ് ഈ വാദമുഖങ്ങളെല്ലാം തന്നെ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്തത്. താനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് ഈ പുരാവസ്തു തട്ടിപ്പ് കേസിന് പുറമെയാണ് ഈ ഒരു പീഡന കേസ് വന്നത്. പീഡന കേസിലാണെങ്കിൽ ഇപ്പോൾ പരമാവധി ശിക്ഷ ജീവിതാവസാനം വരെ ഒരു തടവും ലഭിച്ചിരിക്കുന്നു. അത് എത്രത്തോളം വലിയൊരു തിരിച്ചടിയാണ് മോൺസൺ ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ തിരിച്ചടി തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ വ്യവഹാരങ്ങൾ തുടങ്ങുമ്പോൾ തന്നെയാണ് ഈ കോടതി വ്യവഹാരങ്ങളുടെ ഏറ്റവും തുടക്കത്തിൽ തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. 16 കേസുകളോളം മോൺസൺ മാവുങ്കലിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ പല കേസുകളിലും ഭൂരിപക്ഷം കേസുകളിലും അടക്കം ജാമ്യം നേടുന്നതിന് അതിൽ മോൺസന് സാധിക്കുകയും സഹായകരമാകുന്നൊരവസ്ഥയും എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പിന്നീട് വരുമ്പോഴാണ് ഈ പോക്സോ കേസിലേക്ക് അടക്കം വരുമ്പോഴാണ് മോൺസന് തുടർച്ചയായി ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം നീങ്ങുന്നത്. ഈ പോക്സോ കേസിൽ അതീവ ഗുരുതര സ്വഭാവത്തോടു കൂടി തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇരയ്ക്ക് ഒരു തുല്യമായ നീതി ലഭ്യമാക്കുന്ന രീതിയിൽ തന്നെ കോടതി ഈ കേസ് നിരീക്ഷിക്കുകയും ചെയ്തു. അതിന് ആനുപാതികമായ തെളിവുകൾ നിരത്തുന്നതിൽ സാക്ഷിമൊഴികൾ എത്തിക്കുന്നതിലെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം അതിൽ വിജയം കാണുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതി വിധിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ 3 ജീവപര്യന്തങ്ങൾ മോൺസണിനെതിരെ വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് 24 വർഷങ്ങൾ വിവിധ വകുപ്പുകളിലായിട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇരയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും നീതി നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ അനുഭവിച്ച പീഡനങ്ങൾ, മാനസിക വ്യതകൾ ഇതെല്ലാം തന്നെ ഉണ്ട്. ഇതൊരു
തക്ക പരിഹാരമായില്ലെങ്കിൽ കൂടിയും അവർക്കൊരാശ്വാസം പകരുന്ന രീതിയിലേക്കടക്കം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കേസ് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കോടതി വിധിയിൽ നിന്ന് ആ രീതിയിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്ന രീതിയിലേക്ക് ഇരയ്ക്ക് ഒരു നീതി ലഭ്യമാകുന്ന രീതിയിലേക്ക് വിധി ഉണ്ടാകാൻ സഹായകരമായിട്ടുണ്ട് എന്നാണ് പൊതുവിലായുള്ള ഒരു വിലയിരുത്തൽ. ഈ വിധി പ്രസ്താവം കേട്ടതിനു ശേഷം മോൻസൺ മാവുങ്കൽ പുറത്തുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും എന്തൊക്കെയാണ് മോൻസൺ പറഞ്ഞത്? പ്രത്യേകിച്ചും KPCC അധ്യക്ഷനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കിനെ കുറിച്ചും പറയുന്നത് പോലെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തൊക്കെയാണ് മോൻസൺ പ്രധാനമായും പറഞ്ഞത്? മോൻസൺ ഇതിൽ നിരന്തരം ആവശ്യപ്പെടുന്ന 2018 മുതലുള്ള വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ നിങ്ങൾ പറയണം. 2018 മുതലുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ അത്തരം വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാക്കണം. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ എല്ലാവരും തയ്യാറാകണം. അതോടൊപ്പം തന്നെയാണ് കെ സുധാകരൻ്റെ കാര്യങ്ങൾ പറയുന്നത്. കെ സുധാകരൻ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പങ്കുമില്ല. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം ചോദിക്കുമ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെയാണ് മോൻസൺ പ്രതികരിക്കുന്നത്. ആർക്കും തന്നെ ഇതിലൊരു പങ്കുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം ചോദിക്കുമ്പോൾ അത് ഈ അന്വേഷണം ഇഡിയുടെ പക്കലെത്തിയിരിക്കണം. അതേക്കുറിച്ച് താൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഈ കേസിൽ താൻ അപ്പീൽ പോകുമെന്ന് മോൻസൺ പറയുന്നു. ഈ കേസിൽ അപ്പീൽ പോകും. അതോടൊപ്പം തന്നെ എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മോൻസൺ ക്രൈംബ്രാഞ്ചിൻ്റെ വാഹനത്തിലേക്ക് കയറുന്നത്. ഇനിയുള്ള കാലം ജയിൽ ശിക്ഷയാണ്. അപ്പോൾ ഇതാണ് മോൻസൺ അവസാനമായി മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നത്. എല്ലാം സത്യവും പുറത്തു വരുന്നൊരു കാലത്തിലേക്ക് വരും. 2018 മുതലുള്ള വീഡിയോ ദൃശ്യങ്ങൾ അത് തിരിച്ചെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് മോൻസൺ ഇതിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ മോൻസൺ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഈ മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ മോൻസന് സാധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നുണ്ടോ, ലഭിക്കുന്നുണ്ടോ നമുക്ക്? അപ്പീൽ പോകാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഉള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൽ മറ്റു കേസുകൾ ഇതേ സമാന സ്വഭാവമുള്ള 2 കേസുകൾ കൂടി നടക്കുന്നുണ്ട് വിചാരണ കോടതിയിലുള്ള. ഒന്ന് പെരുമ്പാവൂരാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടക്കുന്നത്. ഇതേ പെൺകുട്ടി തന്നെ ഇരയായ പെൺകുട്ടി തന്നെയാണ് മറ്റു പരാതി നൽകിയിരിക്കുന്നത്. ആ കേസിൽ മോൻസൺ 2ാം പ്രതിയാണ്. അതിലുള്ള ഒരു വസ്തുത മോൻസണിൻ്റെ മേക്കപ്പ് മാൻ ആയിരുന്ന ആളാണ് ആ കേസിൽ 1ാം പ്രതിയായിരിക്കുന്നത്. മോൻസൺ അത് അറിഞ്ഞിട്ടും അത്തരമൊരു പരാതികൾ അറിഞ്ഞിട്ടും അത് പരാതിപ്പെടാതെ അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 2ാം പ്രതിയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു ബലാത്സംഗ കേസ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ സമാന സ്വഭാവമുള്ള 2 കേസുകൾ കൂടി നടക്കുന്നുണ്ട്. എന്തായാലും അത് കീഴ്ക്കോടതിയിലെ വിചാരണകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ വിധിയുണ്ടായിരിക്കുന്ന പോക്സോ കോടതിയിൽ നിന്ന് വിധിയുണ്ടായിരിക്കുന്ന ഇതിനെതിരെ മോൻസൺ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞത്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരടക്കമായിട്ട് അത്തരം ചർച്ചകൾ പൂർത്തീകരിച്ചതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഡാനി പറഞ്ഞതിൽ നിന്ന് എതിർഭാഗത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു മോൻസന്റെ വാദങ്ങൾ, പ്രത്യേകിച്ചും ഈ കേസിൽ? മോൻസന്റെ വാദങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. മോൻസന്റെ വാദങ്ങൾ പ്രധാനമായും തന്നെ പറയുന്നത് ഈ കേസ് ഇത് തുടക്കത്തിൽ പരാതി നൽകാമായിരുന്നൊരവസ്ഥയാണുണ്ട്. തൻ്റെ വീട്ടിലെ ജീവനക്കാരിയായിരുന്നു, അവരോട് താൻ അങ്ങനെ പെരുമാറിയിട്ടില്ല, അത്തരം സാഹചര്യങ്ങളായിരുന്നില്ല. ഇവർ എന്തുകൊണ്ട് ഇത്തരം പരാതി നൽകിയില്ല എന്ന് അന്വേഷിക്കണം. ഈ പരാതി നൽകിയത് പോലും മറ്റുള്ളവരുടെ പ്രേരണയിലാണ്. ഇതിന് പുറകിൽ ഒരു ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. താനിതിൽ നിരപരാധിയാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് മോൻസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത്തരം വാദങ്ങൾക്ക് യാതൊരു കഴമ്പുമില്ല, അർത്ഥമില്ല എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഇതിന് അവരുടെ നിലപാടുകൾ, ഈ പെൺകുട്ടിയുടെ പരാതിയെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ നീതീകരിക്കാവുന്ന നിരവധിയായ തെളിവുകളടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. അതിൽ നിരവധിയായ മൊഴികളുണ്ട്. ഒപ്പം തന്നെയും സാക്ഷിമൊഴികളടക്കം ഇത്തരം കാര്യങ്ങൾ, ഈ പെൺകുട്ടിയെ പലയിടത്തായിട്ട് കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ സാക്ഷിമൊഴികൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കോടതി ഈ ഒരു ഉത്തരവിലേക്കടക്കം നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ രീതിയിൽ ഒരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇത്തരം പോക്സോ കേസുകളിൽ പെടുന്നവർക്ക്, ഇത്തരം പോക്സോ കേസുകളിലേക്ക് പോകുമ്പോൾ ഇതൊരു ചൂണ്ടുപലക എന്ന രീതിയിൽ കാണിക്കാവുന്ന രീതിയിലേക്ക് ഇത്തരം പ്രമാദമായ ഒരു കേസിൽ ആ രീതിയിലൊരു തക്കതായ ശിക്ഷ നൽകിക്കൊണ്ടാണ് കോടതി ഇതിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 ജീവപര്യന്തവും അതോടൊപ്പം മറ്റ് വകുപ്പുകളെ 24 വർഷം വേറെയും ഒപ്പം 5,25,000 രൂപയും അടക്കമാണ്
ഇതിൻ്റെ ഒരു ചുരുക്കത്തിൽ ഈ വിധിയെ കാണുമ്പോൾ ശിക്ഷയായിട്ട് വരുന്നതാണ്. ശരി, മോൻസൺ മാവുങ്കലിന് പോക്സോ കേസിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. 3 ജീവപര്യന്തമാണ് പ്രധാനമായും വിധിച്ചത്. ഇതിൽ 2 ജീവപര്യന്തം ജീവിതാവസാനം വരെ അനുഭവിക്കണമെന്നാണ് മനസ്സിലാക്കുന്നത്. കുറ്റപത്രത്തിൽ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതായും കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിനെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടെ നായയുടെ നഖം കൊണ്ട് മുറിവേറ്റ സ്ത്രീ പേവിഷബാധയേറ്റ് മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ സ്റ്റെഫിന ബി പെരേരയായിരുന്നു മരിച്ചത്. ആ വാർത്തയിലേക്കാണ് ഇനി സ്പോട്ട് ലൈവ് കടക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, വിശന്നു വലഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളൊരു പുണ്യപ്രവൃത്തി ചെയ്ത സ്ത്രീയാണിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അതും ഈ നായകളിൽ നിന്ന് തന്നെ പേവിഷബാധയേറ്റാണ് മരിച്ചത്. ഈ നായയുടെ നഖം കൊണ്ടതിന് ശേഷമാണ് ഇവർക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു സംഭവം? ഭവ്യ, ഈ സ്റ്റെഫിൻ എന്ന് പറയുന്ന യുവതി സ്ഥിരമായി അവരുടെ വീട്ടിൽ തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. അങ്ങനെ നൽകി പോന്നിരുന്ന ഒരു ദിവസം ഒരു തെരുവുനായയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ തെരുവുനായയുടെ നഖം കൊണ്ട് അവരുടെ ശരീരത്ത് ഒരു മുറിവുണ്ടാവുകയായിരുന്നു. പക്ഷെ അവരത് കാര്യമായി എടുത്തില്ല എന്ന് മാത്രമല്ല, പിന്നീടത് ഒരു തരത്തിലുള്ള ചികിത്സയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ വാക്സിനേഷനോ ഒന്നും പോയില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ 7-ാം തീയതി അവരുടെ സ്റ്റെഫിൻ്റെ സഹോദരൻ്റെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുകയായിരുന്നു. 9-ാം തീയതിയോടുകൂടി അവർക്ക് ഇത്തരത്തിൽ പേവിഷബാധ ഏറ്റതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. തുടർന്ന് അവിടെ ഡോക്ടർമാരോട് കാര്യങ്ങൾ വിവരിക്കവെയാണ് ഇത്തരത്തിൽ തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നുവെന്നും അതിനുശേഷം അല്ലെങ്കിൽ അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായിരുന്നതായും ഒക്കെ ഡോക്ടർമാരോട് സ്റ്റെഫിൻ വിവരം പങ്കുവച്ചത്. അതിനുശേഷം അതായത് തുടർന്ന് ഈ ഡോക്ടർമാർ ഈ വിഷയം കേട്ട ഉടൻ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ചികിത്സ നൽകുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ അക്രമാസക്തയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ICUയിലേക്കൊക്കെ മാറ്റി. അതിനുശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്റ്റെഫിൻ മരണപ്പെട്ടത്. പക്ഷേ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നത്. എന്താണ് മരണകാരണം? പേവിഷബാധ ഏറ്റതാണ് മരണകാരണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തെ തന്നെ, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ നടക്കുന്ന തെരുവുനായ ആക്രമണവും പേവിഷബാധ ഏറ്റ് ഉള്ള മരണങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വാർത്തയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ണൂരിലൊരു 11 വയസ്സുകാരൻ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം സർക്കാരിനെതിരെയും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷവും പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും എന്ത് നടപടി ഉണ്ടായി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത്, കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 3 ലക്ഷത്തോളം തെരുവുനായകളുണ്ട്. അതിൽ അത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കണക്കാണ്. അതിൻ പ്രകാരം പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയത് 32,061 നായകൾക്ക് മാത്രമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ആകെയുള്ള തെരുവുനായകളുടെ എണ്ണത്തിൽ 11% മാത്രമാണ് ഈ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ സർക്കാരിന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് നോക്കുകയാണെങ്കിൽ വളർത്തു നായകളും ഇത്തരത്തിൽ വാക്സിനേഷൻ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 52% വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഈ വാക്സിനേഷന് യാതൊരുവിധ ക്ഷാമവും ഇല്ല എന്നാണ് വകുപ്പ് പറയുന്നത്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ, ഒപ്പം തന്നെ ഈ പേവിഷബാധയുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വീഴ്ച വരുന്നു. ഈ സർക്കാർ തലത്തിലാണെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം ഇതിന് കാരണമാകുന്നു എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകട്ടെ ജനങ്ങളുടെ സഹകരണം കുറവാണ്, ഒപ്പം തന്നെ ഫണ്ട് ഇല്ല എന്ന് തുടങ്ങി നിരവധി കാരണങ്ങൾ പറയുന്നു. അവിടെയൊക്കെ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് എന്നതുകൂടി നമുക്കിതിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ സ്റ്റെഫിൻ്റെ മരണം ഇപ്പോൾ ചർച്ചയാകുമ്പോഴും ഒരുപക്ഷെ അവർ ചെയ്ത ഒരു തെറ്റ്, അല്ലെങ്കിൽ ഭവ്യ സൂചിപ്പിച്ചതുപോലെ അവർ ആകെ ചെയ്തത് ഈ തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. അവയുടെ ജീവൻ നിലനിർത്താനായി ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ അതിനവർ കൊടുക്കേണ്ടി വന്നത് അവരുടെ ജീവന്റെ വിലയാണ് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കണം. എന്തായാലും നമ്മുടെ തെരുവുകളിൽ അലയുന്ന ഈ നായ്ക്കൾക്ക് ഏതിനൊക്കെയാണ് പേവിഷബാധയുള്ളത്, ഏതിനൊക്കെയാണ് പേവിഷബാധ ഇല്ലാത്തത്
ഇല്ലാത്തതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെഫിനിയുടെ ജീവൻ എടുത്തതും എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? ഈ ഒരു മരണത്തിന് അവർ എന്ത് മറുപടിയാണ് പറയുന്നത്? ഇക്കാര്യത്തിൽ നിലവിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വിശദീകരണം ഒന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ കണ്ണൂർ സംഭവത്തിനു ശേഷം കണ്ണൂരിലെ 11 വയസ്സുകാരൻ കുരുന്നിന്റെ മരണത്തിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ വിശദീകരണം വന്നത്. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് 11% മാത്രമാണ് തെരുവ് നായകൾക്ക് ഈ വാക്സിനേഷൻ നൽകിയിട്ടുള്ളത് എന്നാണ്. മറ്റൊന്ന്, ഈ ABC കേന്ദ്രങ്ങളുടെ കണക്കാണ്. അത് ആശാവഹമല്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതായത് ഏതാണ്ട് 3 ലക്ഷത്തോളം തെരുവ് നായകൾക്കായി സംസ്ഥാനത്തുള്ളത് 20 ABC കേന്ദ്രങ്ങൾ മാത്രമാണ്. 24 ABC കേന്ദ്രങ്ങൾ കൂടി ഇതിനു പുറമെ തുറക്കും എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അതും പര്യാപ്തമല്ല എന്ന് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് അതായത് 3 ലക്ഷം വരുന്ന തെരുവു നായകൾക്ക് 20 ABC കേന്ദ്രങ്ങൾ വരിക? ഇനി ഒരു 24 എണ്ണം കൂടി വന്നാൽ പോലും അത് മതിയാകുമോ എന്നുള്ള ചോദ്യം ബാക്കിയാണ്. എന്നാലും ഈ ABC കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിലടക്കം ജനങ്ങളുടെ നിസ്സഹകരണമാണ് കാരണം എന്നുള്ളതാണ് ഈ സർക്കാർ തലത്തിലുള്ള വിശദീകരണം. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി സർക്കാരിന്റെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇനി ഒരാളും ഈ തെരുവുനായ ആക്രമണത്തിൽ അല്ലെങ്കിൽ പേവിഷബാധയേറ്റ് മരണപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. കാരണം ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ചില സംഭവങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ അതൊരു ഭിന്നശേഷിക്കാരനായ കുട്ടിയായതുകൊണ്ടും 11 വയസ്സുള്ളത് കൊണ്ടും മാത്രം അത് വലിയ വാർത്തയായി. ഒരുപക്ഷെ അതിനുശേഷം അത് സംസ്ഥാന സർക്കാർ അതിന് വിശദീകരണം നൽകി. പക്ഷേ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ആശുപത്രികൾ പോലും എത്താതെ പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. ഈ സ്റ്റെഫിന്റെ കേസ് പോലും സമാനമാണ്. ഇത്തരത്തിലൊരു തെരുവുനായയുടെ ഭാഗത്ത് നിന്ന് ഒരു മുറിവുണ്ടായിട്ട് അല്ലെങ്കിൽ തെരുവുനായയുടെ നഖം കൊണ്ട് ഒരു മുറിവുണ്ടായിട്ടും ആശുപത്രിയിൽ പോലും സ്റ്റെഫിൻ പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ടത്. അതിനുശേഷം സഹോദരന്റെ ചികിത്സയ്ക്കായി പോയി. അതിനെ തുടർന്ന് അവിടെ വെച്ചുണ്ടായ അസ്വസ്ഥതകൾ കാരണമാണ് ഡോക്ടർമാരുടെ സഹായം തേടിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഒരു ശ്രദ്ധയുണ്ടാകണം. കാരണം ഇത്തരം ആക്രമണങ്ങൾ, അത് വളർത്തുനായയായാലും തെരുവുനായയായാലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ആശുപത്രിയിലെത്തി ഉടനടി ചികിത്സ തേടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾ കൂടി ശ്രദ്ധ ചെലുത്തണം എന്നുള്ള ആവശ്യവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്തായാലും ഇനി ഇതിൽ ഒരു ശരി, എന്തായാലും ഒരു വീട്ടമ്മയ്ക്ക് തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തതിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനാണ്. അത്തരത്തിലൊരു ഏറെ ദുഃഖകരമായൊരു വാർത്ത തന്നെയാണിത്. തിരുവനായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്ത് വിഷബാധയേറ്റാണ്, പേവിഷബാധയേറ്റാണ് തിരുവനന്തപുരം സ്വദേശിനിയായ സ്റ്റെഫിന വി പെരേര എന്ന വീട്ടമ്മ മരണപ്പെട്ടത്. ഐശ്വര്യ അനിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.